ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന ഭാഗമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണുക. നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പുരാണങ്ങൾ വായുപുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം എന്നിവയാണ്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പുരാണങ്ങൾ ഏതൊക്കെയാണ്? വായുപുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം എന്നിവയാണ്. പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന ഗ്രന്ഥങ്ങളാണ് കേരളപ്പഴമ, കേരള മാഹാത്മ്യം, കേരളോൽപ്പത്തി, കേരളദേശധർമ്മം, മൂഷകവംശം, ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുതേവി ചരിതം, മലബാർ മാനുവൽ, ഹോർത്തൂസ് മലബാറിക്കസ് തുടങ്ങിയവ. ഇതിൽ മലബാർ മാനുവലും ഉണ്ണിനീലി സന്ദേശം, മൂഷകവംശം, ഹോർത്തൂസ് മലബാറിക്കസ് ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ചരിത്രപ്രധാനമായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയാണ് മൂഷകവംശ കാവ്യം അഥവാ മൂഷകവംശം. അപ്പം ചരിത്രപരമായി നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി ഏതാണ്? അത് മൂഷകവംശ കാവ്യമാണ്. മൂഷകവംശം എന്നും പറയപ്പെടുന്നു. ഓക്കെ. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ കാവ്യം കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ്. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ് മൂഷകവംശ കാവ്യം. അത് കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ്. കണ്ണൂരിലെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്നതും മൂഷകവംശ കാവ്യത്തിലാണ്. അപ്പോൾ കണ്ണൂരിലെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്ന ആദ്യകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മൂഷകവംശ കാവ്യമാണ്. മൂഷകവംശ കാവ്യത്തിൻ്റെ കർത്താവാണ് അതുലൻ. മൂഷകവംശ കാവ്യം എഴുതിയത് ആരാണ്? അതുലൻ. കേരളത്തെപ്പറ്റി പരാമർശമുള്ളതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായ ഏറ്റവും പുരാതന ഗ്രന്ഥമാണ് വാർത്തികം. രചന കാർത്യായനൻ ആണ്. കേരളത്തെപ്പറ്റി പരാമർശമുള്ളതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായ ഏറ്റവും പുരാതന ഗ്രന്ഥമാണ് വാർത്തികം. അത് രചന ആരാണ്? കാർത്യായനൻ ആണ്. ഐതരേയ ആരണ്യകമാണ് കേരളത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പുരാതനമായ സംസ്കൃത ഗ്രന്ഥം. ഐതരേയ ആരണ്യകം സംസ്കൃത ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പുരാതനമായ സംസ്കൃത ഗ്രന്ഥം. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഹെർമൻ ഗുണ്ടട്ട്. കേരളപ്പഴമ ആരുടെയാണ്? ഹെർമൻ ഗുണ്ടട്ടിൻ്റെയാണ് കേരളപ്പഴമ. ഹെർമൻ ഗുണ്ടട്ട്, മാറിപ്പോകരുത്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു ഹെർമൻ ഗുണ്ടട്ട്. ആരായിരുന്നു ഹെർമൻ ഗുണ്ടട്ട്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു ഹെർമൻ ഗുണ്ടട്ട്. ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ഗ്രന്ഥമാണ് കേരളപ്പഴമ. കേരളത്തെക്കുറിച്ചുള്ള മനോഹര വിവരണമുള്ള കാളിദാസൻ്റെ കൃതിയാണ് രഘുവംശം. അപ്പോൾ രഘുവംശം ആരുടെ കൃതിയാണ്? കാളിദാസൻ്റെ കൃതിയാണ്. കേരളത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു വിവരണമുള്ള കാളിദാസ കൃതിയാണ് രഘുവംശം. പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആദ്യ കവിതയാണ് ഉണ്ണിയച്ചി ചരിതം. എന്താണ് ഉണ്ണിയച്ചി ചരിതം? പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആദ്യ കവിതയാണ് ഉണ്ണിയച്ചി ചരിതം. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപി വട്ടെഴുത്ത് എന്നറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപി ഏതാണ്? അത് വട്ടെഴുത്താണ്. വട്ടെഴുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മധ്യകാലഘട്ടത്തിൽ ഉടലെടുത്ത സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ഭാഷാ ശൈലിയായിരുന്നു മണിപ്രവാളം. എന്താണ് മണിപ്രവാളം? മധ്യകാലഘട്ടത്തിൽ ഉടലെടുത്ത അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ഭാഷാ ശൈലിയായിരുന്നു മണിപ്രവാളം എന്ന് പറയുന്നത്. പ്രധാന മണിപ്രവാള കൃതിയാണ് ഉണ്ണിനീലി സന്ദേശം. പ്രധാന മണിപ്രവാള കൃതിയാണ് ഉണ്ണിനീലി സന്ദേശം.
17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് രചിച്ച അറബി മലയാള കൃതിയായിരുന്നു മുഹൈദ്ദീൻ മാല. മുഹൈദ്ദീൻ മാല രചിച്ചത് ആരാണ്? ഖാസി മുഹമ്മദാണ്. അതൊരു അറബി മലയാള കൃതിയാണ് മുഹൈദ്ദീൻ മാല. 17-ാം നൂറ്റാണ്ടിലാണ് ഖാസി മുഹമ്മദ് മുഹൈദ്ദീൻ മാല രചിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പുത്തൻബാന എന്ന കൃതിയുടെ കർത്താവ് അർണോസ് പാതിരിയായിരുന്നു. പുത്തൻബാന ആരുടെയാണ്? അർണോസ് പാതിരിയുടേതാണ് പുത്തൻബാന. ശങ്കരനാരായണൻ രചിച്ച പ്രശസ്ത ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. ശങ്കരനാരായണൻ രചിച്ച പ്രശസ്ത ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാരാണ്? അത് ശങ്കരനാരായണീയമാണ്. മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആയിരുന്നു. മധ്യ കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തുഹഫത്തുൽ മുജാഹിദീൻ. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യകാല കൃതിയായിരുന്നു രാമചരിതം എന്നത്. അപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യകാല കൃതി ഏതാ? അത് രാമചരിതമാണ്. പാറേമാക്കൽ തോമ കത്തനാർ രചിച്ച കൃതിയായിരുന്നു വർത്തമാന പുസ്തകം. പാറേമാക്കൽ തോമ കത്തനാർ രചിച്ച പുസ്തകം വർത്തമാന പുസ്തകം എന്ന് പറയുന്നു. അപ്പോൾ ഈ വട്ടെഴുത്ത് എന്ന ഭാഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ വട്ടെഴുത്ത് ലിപിയിലാണ് കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ജൂതശാസനം അങ്ങനത്തെ പല തരിസാപ്പള്ളി ശാസനമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതായിരുന്നു? അത് വട്ടെഴുത്ത് ലിപിയായിരുന്നു. വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അശോകൻ്റെ രണ്ടാം ശിലാശാസനം 13-ാം ശിലാശാസനം എന്നിവയാണ് കേരളത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുള്ള കേരള പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖ. അപ്പോൾ അശോകൻ്റെ 2-ാം ശിലാശാസനത്തിലും 13-ാം ശിലാശാസനത്തിലും കേരളത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇനി സംഘസാഹിത്യത്തെക്കുറിച്ച് പഠിക്കാം. പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് പഴന്തമിഴ് പാട്ടുകൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് പഴന്തമിഴ് പാട്ടുകൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. BCE 300-നും CE 300-നും ഇടയിലാണ് സംഘസാഹിത്യം സമാഹരിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം ചോദിച്ചാൽ അത് സംഘസാഹിത്യമാണ്. സംഘകാല കൃതികളിൽ നിന്നും പ്രാചീന തമിഴകത്തെപ്പറ്റി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. അകംപാട്ടുകൾ, പുറംപാട്ടുകൾ എന്നിങ്ങനെ പഴന്തമിഴ് പാട്ടുകളെ തരംതിരിച്ചിരിക്കുന്നു. അകംപാട്ടുകളിൽ വ്യക്തിപരവും കുടുംബപരം, പ്രണയം എന്നീ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു. പുറംപാട്ടുകളിലാകട്ടെ യുദ്ധം, കച്ചവടം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. പ്രധാന സംഘകാല കൃതികളാണ് മണിമേഖല, ചിലപ്പതികാരം, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്, മധുരൈ കാഞ്ചി, തോൽക്കാപ്പിയം, എട്ടുതൊക്കെ, ജീവക ചിന്താമണി. അപ്പോൾ പ്രധാന സംഘകാല കൃതികളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. സംഘകാല കൃതികൾ ഓടുവണ്ണൊക്കെ നമ്മളോട് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തിരുന്നോളാം. മണിമേഖല, ചിലപ്പതികാരം, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്, മധുരൈ കാഞ്ചി, തൊൽക്കാപ്പിയം, എട്ടുതൊക്കെ, ജീവക ചിന്താമണി ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സംഘകാല കൃതികളായിട്ട് വരുന്നത്. അടുത്തത് തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പതികാരം, മണിമേഖല, ജീവക ചിന്താമണി, കുന്തലകേശി, വളയാപതി എന്നിവയാണ് തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങൾ. ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പതികാരം, മണിമേഖല, ജീവക ചിന്താമണി, കുന്തലകേശി, വളയാപതി എന്നിവയാണ്. കപിലർ, പരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാർ തുടങ്ങിയവരാണ് സംഘകാലത്തെ പ്രധാന കവികൾ. ഇനി നമുക്ക് ഇതിൽ തിരിച്ചിട്ടിരുന്ന വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സംഘകാല കൃതികളെ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ പ്രധാന കൃതികളാണ് പറയുന്നത്. പത്തുപാട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന പ്രധാന കൃതികളാണ് തിരുമുരു കാറ്റുപാട്ട്, അതുപോലെ തന്നെ മധുരൈ കാഞ്ചി എന്നിവ. എട്ടുതൊക്കയിൽ വരുന്നതാണ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്. 14 കീഴ്ക്കണക്കിൽ വരുന്നതാണ് തിരുക്കുറലും മുതുമൊഴി കാഞ്ചിയും. വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം.
മഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരവും മണിമേഖല. അപ്പോൾ സംഘകാല കൃതികളിലെ വ്യാകരണ കേന്ദ്രമാണ് തോൽക്കാപ്പ്യം. മഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരവും മണിമേഖലയും. സംഘകാലത്തെ ഏറ്റവും പ്രധാന കവയിത്രിയായിരുന്നു ഔവയാർ. സംഘകാലത്തെ ഏറ്റവും പ്രധാന കവയിത്രി ഔവയാറാണ്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ്? പതിറ്റുപത്താണ്. 10 പാട്ടുകൾ വീതമുള്ള 10 ഭാഗങ്ങളുടെ സമാഹാരമാണ് പതിറ്റുപത്ത്. അപ്പോൾ പതിറ്റുപത്ത് എന്ന് വെച്ചാൽ എന്താണ്? 10 പാട്ടുകൾ വീതമുള്ള 10 ഭാഗങ്ങളുടെ സമാഹാരം. സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നൃത്തരൂപമാണ് തിരുവാതിര. അഗസ്ത്യർ രചിച്ചതെന്ന് കരുതപ്പെടുന്ന നഷ്ടപ്പെട്ടു പോയ വ്യാകരണ ഗ്രന്ഥമാണ് അഗസ്ത്യം. അഗസ്ത്യർ രചിച്ചു എന്ന് കരുതപ്പെടുന്ന നമുക്ക് നഷ്ടപ്പെട്ടു പോയ വ്യാകരണ ഗ്രന്ഥമാണ് അഗസ്ത്യം എന്ന് പറയുന്നത്. അപ്പോൾ സംഘകാല കൃതികളിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നൃത്തരൂപം ഏതാണ്? അത് തിരുവാതിരയാണ്. കോവലൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസമാണ് ചിലപ്പതികാരം. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികളാണ്. തമിഴകത്തെ ജൈന സന്യാസി എന്നറിയപ്പെടുന്നത് ഇളങ്കോവടികളാണ്. അപ്പം നമ്മുടെ കോവലൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസം ചിലപ്പതികാരം. ചിലപ്പതികാരം എഴുതിയത് ആരാണ്? ഇളങ്കോവടികളാണ്. തമിഴകത്തെ ജൈന സന്യാസി എന്നാണ് ഇളങ്കോവടികൾ അറിയപ്പെടുന്നത്. തമിഴകത്തെ ജൈന സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഇളങ്കോവടികളാണ്. ഓക്കെ, ഇനി ചിലപ്പതികാരത്തിൽ നെടുഞ്ചേഴിയൻ എന്ന പാണ്ഡ്യ രാജാവിനെ പറ്റി പരാമർശിക്കുന്നു. ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന ചേര രാജാവാണ് ചേരൻ ചെങ്കുട്ടുവൻ. പാണ്ഡ്യ രാജാവിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിൽ പരാമർശമുള്ള ചേര രാജാവ് ആരാണ്? അദ്ദേഹമാണ് ചേരൻ ചെങ്കുട്ടുവൻ. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവമാണ് ചക്ക. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന കറി, പടപ്പൈ എന്നിവ കുരുമുളക് തോട്ടം എന്നിവയെ സൂചിക്കുന്നു. അപ്പോൾ കറി എന്ന് പറയുന്നത് കുരുമുളകും അതുപോലെ തന്നെ പടപ്പൈ എന്ന് പറയുന്നത് കുരുമുളക് തോട്ടവുമാണ്. സംഘം പാട്ടുകളിൽ പരാമർശിക്കുന്ന സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് നെടുത്തൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബാർട്ടർ സിസ്റ്റം, സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യുന്നത് സംഘകാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്താണ്? നെടുത്തൽ എന്നായിരുന്നു. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയതാണ് തോൽക്കാപ്പ്യം. തമിഴ് വ്യാകരണത്തെക്കുറിച്ചാണ് തോൽക്കാപ്പ്യത്തിൽ പ്രതിപാദിക്കുന്നത്. ബുദ്ധപ്രചാരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല. ബുദ്ധ മത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതി ഏതാണ്? അത് മണിമേഖലയാണ്. ഇനി ജൈന മതത്തെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് ചിലപ്പതികാരം. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് മാങ്കുടി മരുതൻ്റെ മധുരൈ കാഞ്ചി. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ്? അത് മധുരൈ കാഞ്ചിയാണ്. അത് രചിച്ചത് മാങ്കുടി മരുതനാണ്. അപ്പോൾ ജൈന മതത്തെ പറ്റി ചിലപ്പതികാരത്തിലും ഓണത്തെക്കുറിച്ച് മധുരൈ കാഞ്ചിയിലും പറയുന്നു. പുനം കൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് പുറനാനൂറ്. പുനം കൃഷിയെക്കുറിച്ച് പറയുന്നത് പുറനാനൂറ്. റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന കൃതിയാണ് ജീവക ചിന്താമണി. അപ്പം ജീവക ചിന്താമണിയിൽ എന്തിനെ പറ്റി പറയുന്നു? റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി കൃതികളും രചയിതാക്കളും നമുക്കൊന്ന് നോക്കാം. തിരുക്കുറൽ ആരാണ്? തിരുവള്ളുവർ. തോൽക്കാപ്പ്യം തോൽക്കാപ്പിയർ. ജീവക ചിന്താമണി തിരുത്തകത്തേവർ. മധുരൈ കാഞ്ചി മാങ്കുടി മരുതൻ. കലിംഗത്തുപരണി ജയൻ ഗോഡോർ ആൻഡ് അകനാനൂറ് രുദ്രവർമ്മൻ. നളവെൺപ പുകഴേന്തി. ചിലപ്പതികാരം ഇളങ്കോവടികൾ. മണിമേഖല സാത്തനാറ്. കമ്പരാമായണം കമ്പർ എന്നിവയാണ്. ഇതിൽ ഈ മണിമേഖല, ചിലപ്പതികാരം, അകനാനൂറ്, അതുപോലെ മധുരൈ കാഞ്ചി, തോൽക്കാപ്പ്യം, തിരുക്കുറൽ ഇവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പതികാരം അറിയപ്പെടുന്നത് തമിഴ് ഇലിയഡ് എന്നാണ്. ചിലപ്പതികാരം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തമിഴ് ഇലിയഡ്. തമിഴ് ഒഡീസി എന്നാണ് മണിമേഖല അറിയപ്പെടുന്നത്. മണിമേഖല അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തമിഴ് ഒഡീസി. ഇനി തമിഴ് ബൈബിൾ, 5-ാം വേദം എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃതിയാണ് തിരുക്കുറൽ. തമിഴ് ബൈബിൾ, 5-ാം വേദം എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃതി ഏതാണ്? അത് തിരുക്കുറൽ ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സംഘകാല കൃതികളെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ക്ലാസ്സുകൾ പലതവണ കേൾക്കണം. ഈ ഭാഗത്തു നിന്നും ചില ക്വസ്റ്റ്യൻസൊക്കെ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കിനി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ ചെയ്യുമ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കാണാനും സാധിക്കും. ഏത് ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നോക്കി നമ്മൾ ക്ലാസ്സുകൾ ഒന്നും കൂടി നിങ്ങൾ കേട്ട് പഠിക്കുക. നമ്മൾ തീവ്രമായ പരിശീലനം തന്നെ നടത്തണം. നമ്മുടെ ഒരു ക്ലാസ്സും കൂടി എടുത്താൽ നമ്മുടെ കേരള ഹിസ്റ്ററി പൂർണ്ണമായിട്ടും തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കടക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ മുൻപുള്ള ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.